ഹായ്, കസാക്കിസ്ഥാൻ്റെ അൽമാറ്റിലാണ്. ഇവിടെ ഇപ്പം -10 ഡിഗ്രിയാണ്. ഒരു രക്ഷയിലെ കിട്ടിലെ ക്ലൈമറ്റ്. നിങ്ങൾക്ക് സ്കീയിങ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഒന്നും നോക്കണ്ട, ഫ്ലൈറ്റ് ആണെങ്കിൽ വന്നോ. തുടങ്ങല്ലേ? നമുക്ക് സ്കീ ചെയ്യാനുള്ള സ്കീയിങ് ബോർഡ്, ബൂട്ട്സ്, ജാക്കറ്റ്, പാൻറ്റ്, ഹെൽമെറ്റ് അങ്ങനെ തുടങ്ങിയ എല്ലാ സേഫ്റ്റി ഐറ്റംസും നമുക്ക് ഇവിടെ തന്നെ റെൻറ്റിന് കിട്ടും. സ്കീയിങ് ചെയ്യാൻ നമ്മളെടുത്ത ടിക്കറ്റ് 12:30 മുതൽ ഈവനിങ് 6 മണി വരെയുള്ള ടൈമിങ്ങാണ് നമ്മളെടുത്തത്. ഒരാൾക്ക് സ്കീയിങ് ചെയ്യാൻ 18,500 ടെങ്കയാണ് ചിലവായത്. ഇന്ത്യൻ റുപ്പി ഏകദേശം 3,385 രൂപ. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് സ്കീയിങ് ചെയ്യുന്നതെങ്കിൽ ഒരു പേടിയും വേണ്ട. ഇവിടെ നിങ്ങൾക്ക് അതിനുള്ള സേഫ്റ്റി ഗിയേഴ്സ് എല്ലാം എടുത്ത ശേഷം കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്കീയിങ് ചെയ്യാം. ഇവിടെ ബിഗിനേഴ്സിനുള്ളൊരു സ്റ്റേജ് ഉണ്ട്. ഓരോ ലെവൽ കയറുമ്പോഴും ടെമ്പറേച്ചർ കുറയുന്നതും അവിടുത്തെ സീനറി മാറുന്നതൊക്കെ നമുക്ക് കേബിൾ കാറിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യും കേട്ടോ. ശരിക്കും ഫസ്റ്റ് ലെവൽ കേബിൾ കാറിൽ പോകുമ്പോൾ തന്നെ നമുക്ക് മഞ്ഞ് മൂടിയ മലനിരകളും ആഴമുള്ള താഴ്വരകളെല്ലാം കാണാം. ഷിംലക്കിലെ കേബിൾ കാർ മൾട്ടിപ്പിൾ ലെവൽസാണ്. ടോട്ടൽ 3 ലെവൽസാണ്. ഫസ്റ്റ് ലെവലിൽ നിന്ന് സെക്കൻഡ് ലെവലിലേക്കുള്ള ഒരു കേബിൾ കാർ ജേണി 15 മിനിറ്റാണ് ഏകദേശം ദൂരം. ഫസ്റ്റ് ലെവലിൽ നിന്ന് സെക്കൻഡ് ലെവലിലേക്ക് പോകുമ്പോൾ ആദ്യം ക്ലോസ്ഡ് കൊണ്ടുള്ള കേബിൾ കാറാണ് വരാം. പിന്നെ 2 ഓപ്പൺ ചെയർ ലിഫ്റ്റും. ഓപ്പൺ ചെയർ ലിഫ്റ്റ് എന്തിനാണെന്ന് വെച്ചാൽ ഇത് സ്കീയേഴ്സിനാണ് മെയിനായിട്ട്. അതിനുശേഷം വീണ്ടും ക്ലോസ്ഡ് കേബിൾ കാറാണ് വരുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു കേബിൾ കാർ വരുന്നതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്. കേബിൾ കാറിലിരുന്ന് നോക്കുമ്പോൾ സ്നോയിലൂടെ നല്ല സ്പീഡിൽ സ്ലൈഡ് ചെയ്ത് വരുന്ന ആ സീൻ കാണുമ്പോൾ തന്നെ നമ്മെ സ്കീയിങ് ട്രൈ ചെയ്യാൻ ശരിക്കും ഇൻസ്പയർ ചെയ്യൂട്ടാ. സെക്കൻഡ് ലെവലിൽ എത്തിയാൽ മനോഹരമായ റെസ്റ്റോറൻറ്റുകളും കഫേസൊക്കെ ഇവിടെ കാണാം. ഇവിടെ നമുക്ക് അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് കോഫിയൊക്കെ കുടിച്ച് ആ മൗണ്ടിയൻ്റെ വ്യൂ ഒക്കെ ആസ്വദിക്കാം. അടുത്തത് സെക്കൻഡ് ലെവലിൽ നിന്ന് തേർഡ് ലെവലിലേക്ക്. തേർഡ് ലെവലിനെ ടെൽഗാർ പാസ് എന്നാണ് അറിയപ്പെടുക. ടെൽഗാർ പാസിലേക്ക് കേബിൾ കാർ റൈഡ് ഏകദേശം 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെയാണ്. ഷിംലക് മൗണ്ടൻ റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കസാക്കിസ്ഥാൻ്റെ തന്നെ ഏറ്റവും പ്രശസ്തമായൊരു സ്കീ റിസോർട്ടാണിത്. സോവിയറ്റ് യൂണിയൻ കാലത്ത് ആരംഭിച്ച ഈ റിസോർട്ട് ഇന്ന് സെൻട്രൽ ഏഷ്യയിലെ ഒരു ടോപ്പ് വിൻ്റർ ഡെസ്റ്റിനേഷനിലൊന്നാണ് കേട്ടോ. ടോട്ടൽ 3 കേബിൾ കാർ റൈഡ് കഴിഞ്ഞിട്ടാണ് ഫൈനൽ ടോപ്പ് സ്റ്റേഷനിൽ എത്തുന്നത്. ഷിംലക്കിൻ്റെ ഹയസ്റ്റ് പോയിൻ്റാണ് ഈ ടെൽഗാർ പാസ്. We reached at the top. അവിടെ ഉണ്ടായിരുന്നു. Come out. ഭയങ്കര റിസ്ക് കേട്ടാ. നമ്മൾ കൺട്രോൾ ചെയ്യണം. നമ്മൾ ഈ സ്കീൻ്റെ ബൂട്ടും കൂടി ഇടുന്നതുകൊണ്ട് നല്ല കട്ടിയുണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ അവിടെ എടുക്കൂട്ടാ. അപ്പോൾ തുടങ്ങല്ലേ? ലെറ്റ്സ് Start. വിചാരിച്ച പോലെ സ്റ്റെപ്പൊക്കെ ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. സാധാരണ നോർമൽ ബൂട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ സ്കീങ്ങിൻ്റെ ബൂട്ട് കുറച്ചും കൂടി അടിയിൽ കുറച്ചും കൂടി കട്ടിയാണ്. നമുക്ക് അത് പൊക്കി നടക്കാൻ തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. ബാക്ക് സ്കീന് വരുന്നവർക്ക് ഇവിടേക്ക് ഓപ്പൺ ആയിട്ടുള്ള കേബിൾ കാറിൽ വരാം. ഞാൻ കുറച്ചും കൂടി ഈസി എക്സ്പെർട്ടൊക്കെ അതിലാണ് വരാം. ഇത് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 3200 മീറ്റർ മുകളിലാണ് നമ്മളിപ്പോൾ. ഇവിടെ എത്തുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു അത്ഭുതകരമായ നിശബ്ദതയും തണുത്ത കാറ്റും പരന്നു കിടക്കുന്ന വെളുത്ത മലനിരകളുമാണ് ഇവിടെ ശരിക്കും അഡ്വാൻസ്ഡ് സ്കീയിങ് സ്ലോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള നൈറ്റ് സ്കീയിങ് പാത എന്ന ബഹുമതി ഷിംലക്കിനുണ്ട്. പീക്ക് സീസണിൽ ഇവിടെ വരുമ്പോൾ കേബിൾ കാറിൽ ഏകദേശം നമുക്കൊരു 45 മിനിറ്റ് വരെ ഇവിടെ എത്താൻ എടുക്കും. ഇപ്പോൾ ഇവിടെ കറൻ്റ്ലി ടെമ്പറേച്ചർ -13 ഡിഗ്രിയാണ്. പീക്ക് വിൻ്റർ ടൈമിൽ താപനില -20 ഡിഗ്രിയിലെത്തും. നല്ല ജാക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ശരിക്കും ഫുൾ എൻജോയ് ചെയ്യാം. കേബിൾ കാർ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി. അപ്പോൾ ഷിംലക്കിൽ വരുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഇവിടുത്തെ സ്കീയിങ് ട്രൈ ചെയ്യണം. ഇതിനു മുമ്പ് നിങ്ങൾ സ്കീയിങ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യും.